നമ്മൾ ഏകദേശം 1 മണിക്കൂറിന് മുമ്പായിട്ട് നമ്മൾ തുർത്തുക്കിലെ റൂമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ തുർത്തുക്ക് പറഞ്ഞാൽ അടിപൊളി, ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സീനിയറായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. ശരിക്കും നമ്മൾ ലേയിലൊക്കെ വരുന്നവർ ഡെഫിനറ്റായിട്ട് തുർത്തുക്കിലേക്ക് വരണം. അതിൻ്റെ ഒരു വാലി കംപ്ലീറ്റ് താഴ്വാരവും പിന്നെ നല്ല വില്ലേജുകളും പുഴയും അങ്ങനെയൊക്കെ പരിപാടികൾ, നല്ല അടിപൊളി തൂക്കുപാലങ്ങളും, പുലി, ചെമ്പോത്ത്, പിന്നെ കഴുത മാത്രം കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കുതിര, അല്ലെങ്കിൽ ആട് പോലും ഇല്ല അല്ലേ? ആട് കണ്ടിട്ടില്ല. ചെമ്മരിപ്പട്ടി ഉണ്ട്, ചെമ്മരിയാട് പോലത്തെ പട്ടി. മൃഗങ്ങളെയും കാര്യങ്ങളൊന്നും വല്ലാതെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല നാച്ചുറൽ ബ്യൂട്ടി, എന്താ പറയുക, നല്ല താഴ്വാരം, നല്ല പാറക്കല്ലുകൾ, നല്ല തൂക്കുപാലമല്ല, നല്ല മറ്റേ ഇതിട്ട് നമ്മളെ എന്താ പറയുക, ഇതില്ല, മരത്തിന് തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പാടം, അങ്ങനെയൊക്കെ സംഭവം. കമ്മിങ് ഓക്കെ കമ്മിങ്. ഭക്ഷണം റെഡി ആക്കണം. അപ്പോൾ അതിന് വേണ്ടി വിളിച്ചാണ്, പെട്ടെന്ന് ചൂടാറുന്നു പറഞ്ഞിട്ട്. ഭക്ഷണം ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ബിരിയാണിയും. അപ്പോൾ ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും രണ്ടെണ്ണം ഓർഡർ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊളായാലും രണ്ടും ഹാഫ് അടിക്കാനുള്ള സ്കീമിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവം കേട്ടോ. നാളെ 1-2 ഗ്രാമങ്ങൾ കാണാൻ പോകും. പിന്നെന്താ മറ്റേ ടെലിസ്കോപ്പൊക്കെ വെച്ചിട്ടുള്ള മറ്റേ സംഭവമല്ലേ, ആകാശത്ത് നോക്കിയിട്ട് എന്തോ കാണാൻ പറ്റുന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണും. അതൊന്നും നാളത്തെ പരിപാടികൾ. എന്തായാലും അടിപൊളി യാത്രയായിരുന്നു. വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു. കുറച്ചൊരു പാർട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ട് വന്നു, നല്ല പൊടിയും പിന്നെ റോഡിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ബാക്കിയെല്ലാം സെറ്റായിരുന്നു, ബാക്കി എല്ലാ റോഡും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളെ ഭക്ഷണം ടേബിളിൽ റെഡി ആയിരിക്കുകയാണ്. രാജാവ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫുഡ് ചൂടാറുന്നും പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ ആദ്യം കൊണ്ട് വന്നു ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് സംഭവങ്ങളുള്ളത്. ഒന്ന് ചിക്കൻ ബിരിയാണിയാണ്, ദം ബിരിയാണി എന്നൊക്കെ പറയണത്, പിന്നെ ഒന്ന് ചിക്കൻ ഫ്രൈഡ് റൈസുമാണ്. രണ്ടും ഓരോ സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എടുക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. നോക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ബിരിയാണി നോക്കട്ടെ, ഒരു ചെറിയ പീസ് എടുത്തിട്ട്. അത്യാവശ്യം നല്ല ഓയിലിയാണ്. പിന്നെ ചിക്കൻ ദം ബിരിയാണി ഒന്നല്ല, ഫ്രൈഡ് ആക്കിയിട്ട് ഫ്രൈഡ് ചിക്കൻ അടിപൊളി. റൈസ് കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും കൊള്ളാം, രണ്ടും സൂപ്പർ ആട്ടോ. അപ്പോൾ നമ്മൾ തുർത്തൂക്കിലെ റൂം നമ്മൾ ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്, ലഞ്ച് ടൈമായി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് 1-2 വില്ലേജ് കാര്യങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് കുളിച്ചിട്ട് റെഡി ആയിട്ട് ചുടുവെള്ളമൊക്കെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു വെയിൽ വന്നിരുന്നു, ഇപ്പോൾ ആ വെയിൽ പോയി. കണ്ടാ പുറത്ത് ഗ്രാമീണരൊക്കെ നടന്നു പോകുന്നുണ്ട്. മല കാണുന്നില്ല, അതാ ഒട്ടും ബാക്കിലൊരു മല കണ്ടില്ലേ. അപ്പം നമ്മൾ 1-2 വില്ലേജ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഏകദേശം ലാസ്റ്റ് വരുന്ന വില്ലേജുകൾ കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഫുഡ് അടിക്കട്ടെ. കണ്ടാ നമ്മുടെ ഹോട്ടലിന് പുറത്തുള്ള വ്യൂ ആണ്, ആ ദൂരെ കാണുന്നത്. കണ്ടാ 4 ഭാഗവും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്, മലയും കുന്നും അരുവികളൊക്കെ ആയിട്ട്.
നമ്മളെ ഭക്ഷണം എത്തിയിരിക്കുകയാണ്. ഷെസ്വാൻ ഫ്രൈഡ് റൈസ് പറഞ്ഞത്. ഫ്രൈഡ് റൈസ് വിത്ത് ഷെസ്വാൻ സോസ് തന്നിട്ടുണ്ട്. പിന്നെ അടിപൊളി ചിക്കൻ കറിയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ റൊട്ടി നമ്മുടെ രാജാവിന് വേണ്ടി. പിന്നെ ആസ് യൂഷ്വൽ ഇത്തിരി ഉള്ളിയും പിന്നെ പച്ചമുളകെല്ലാം ഉണ്ട്. എന്താ അതിൽ കാണുന്നത് അച്ചാറാണ്. അച്ചാർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. സംഗതി ഇന്നത്തെ അത്ര ടേസ്റ്റില്ല. കാരണം അരി ഇത്തിരി വേവാണ്ട്. അരി ഒരു ഹാഫ് കുക്ക്ഡ് അരിയാണ് അരി. അപ്പം നല്ല നൈസായിട്ട് എൻ്റെ ലഞ്ച് സീനായിരിക്കുന്നു. മാനേജബിൾ. സാൾട്ട് ഒത്തിരി കൂടുതലുണ്ട്. പിന്നെ ഈ ഷെസ്വാൻ സോസ് ശരിക്കും ഇതിൽ മിക്സ് ആയിട്ടാണ് തരേണ്ടത്. പക്ഷേ ഷെസ്വാൻ സോസ് ഇങ്ങനെ സെപ്പറേറ്റ് സോസ് കഴിക്കുന്ന സംഭവമല്ല. അത് ഇവന്മാർക്ക് അറിയാത്തതായിരിക്കും. എന്നാൽ എന്തായാലും മുന്നോട്ട് പോകാം. നമ്മൾ ലഞ്ച് കഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പോൾ എണീറ്റ് സമയം വൈകുന്നേരം 4:30 നമ്മൾ തുർത്തൂക്ക് ഗ്രാമത്തിലെ ഒരു ബോർഡറും അതേപോലെ 1-2 ഗ്രാമങ്ങളിലെ 1-2 സ്ഥലങ്ങളും പിന്നെ അടുത്തുള്ള 1-2 ഗ്രാമങ്ങളൊക്കെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ഇത് കണ്ടോ, അൺലിമിറ്റഡ് വാട്ടറാണ്. അൺലിമിറ്റഡ് വാട്ടർ. കൈ കഴുകുക, കുളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് ഇവിടുത്തെ സാധാരണ കാഴ്ചയാണ്. കാരണം ഇതൊരിക്കലും എന്താവില്ല, ഇത് വറ്റൂല. കാരണം ഇതിങ്ങനെ മലയുടെ ഇടയിലൂടെ വരുന്ന വെള്ളമായതുകൊണ്ട് അത് എല്ലാ സമയത്തും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ രാജാവ് ഇതാ വന്നിട്ടുണ്ട്. ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റൂമൊന്നും വെക്കിയിട്ടില്ല. ലഗേജ് കാര്യങ്ങളെല്ലാം നമ്മൾ റൂമിൽ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോണേ ഇവിടുത്തെ നേരെ 15 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ചൈനയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒക്കെ ഒരു ബോർഡറായിട്ട് വരും. ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. What's wrong? Something isn't right. I feel I belong in the light. Passion has gone and love's taken flight. Things just feel heavy tonight. I'm tasting no tears, I'm fighting no fears, but still there's a hole in my heart. ബോർഡറിലേക്ക് പോകുന്ന ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മളെ പേര്, ഡീറ്റെയിൽസ്, എത്ര പേരുണ്ട്, മെയിൽ ഉണ്ടോ ഫീമെയിൽ ഉണ്ടോ, അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിപ്പം എഴുതി കൊടുത്ത് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജിലേക്കുള്ള എൻട്രൻസ്. വെൽക്കം ടു ദ ബോർഡർ വില്ലേജ് താങ്ക് എന്ന് പറയുന്ന ബോർഡർ വില്ലേജാണ്. 3.5 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ ആ വില്ലേജ്. പിന്നെ ഇത് നമ്മൾ 2 ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നദിയെ പറ്റി, ഒരു ഷയോക്ക് നദിയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, സറൗണ്ടിങ്സ് രണ്ടും നല്ല ഒന്നാം തരം മലകളാണ്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് മിലിറ്ററിയുടെ ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് റെസ്ട്രിക്റ്റഡ് അല്ലാത്ത ഏരിയയാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ പാലം കടന്നാൽ ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ്. So I found the strength to say it was harder than catching the moon. And when the words fell out, I saw the warmth in the room. So
क्या हुआ बोलो बोलो हाँ क्या चाहिए? लाइट चॉकलेट चाहिए। चॉकलेट अभी किधर है शॉप किधर है आसपास कोई दुकान है क्या? दुकान किधर है दुकान है? आ जाओ लेके आता हूँ मैं। ठीक है, अभी आता हूँ, 1 मिनट में आता हूँ, इधर ही रहना। सामने आ गया। നമ്മളിതാ വന്നുകൊണ്ടിരിക്കുമ്പോൾ ठीक है, आ जाओ। പിള്ളേർ നമ്മളെ തടഞ്ഞു നിർത്തി ചോക്ലേറ്റ് മുട്ടായി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. 1 मिनट में लेके आता हूँ। ठीक है, चॉकलेट और आइसक्रीम बस।